ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി ചൗചൗ തോരൻ. വളരെ രുചികരമായ ഒരു ചൗചൗ തോരൻ നമുക്ക് തയ്യാറാക്കാം. ചൗചൗ തോരൻ തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചൗചൗ വെജിറ്റബിളാണ്. വളരെ രുചികരമായ ഒരു പഴമാണിത്. ഗ്രാമപ്രദേശങ്ങളിലാണ് ഇത് അധികം കാണുക. നമുക്കിത് നന്നായി ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് ഇതിൻ്റെ തൊലിയെല്ലാം നമുക്കൊന്ന് ചെത്തി മാറ്റി കൊടുക്കാം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലും നമ്മുടെ നാട്ടിലൊക്കെ ഈ പഴം ധാരാളമായി കിട്ടുന്നുണ്ട്. വളരെ ഗുണങ്ങളുള്ള ഒരു പഴമാണിത്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് മേടിച്ച് ഉണ്ടാക്കി നോക്കണേ. നമ്മളിതിൻ്റെ നടുഭാഗം പൊളിച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം എടുത്ത് കളയണം. എന്നിട്ടിത് നമുക്ക് മാങ്ങ പൂളുന്നത് പോലെ വളരെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. എന്നിട്ടിത് നമുക്കൊരു ഉപ്പേരിക്ക് അരിയുന്ന പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. ഒരു കുഴിയുള്ള പാനാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഉഴുന്നും കടുകും ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി വളരെ കനം കുറച്ച് അരിഞ്ഞത് അതും നമുക്കിതിലേക്ക് ചേർത്ത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇളം ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചൗചൗ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വീണ്ടും നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് നേരം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാ ചമ്മന്തി റെഡിയാക്കാം. തേങ്ങാ ചമ്മന്തിയിലേക്ക് നമുക്ക് ഒരു 3 പിടി തേങ്ങ ചിരവിയത് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 5 ചെറിയ അല്ലി വെളുത്തുള്ളിയും ഒരു 6-7 ചുവന്നുള്ളിയും 2 പച്ചമുളകും കൂടി ചേർത്താണ് ഒന്ന് ചതച്ചെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചൗചൗ ഒന്ന് തുറന്ന് നോക്കാം. ചൗചൗ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഒന്നാണ്ട് വഴറ്റി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ചമ്മന്തി ആവുന്ന വിധത്തിൽ നന്നായി ഒന്നാണ്ട് ഇളക്കി മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 2 സെക്കൻഡ് നേരം ഒന്ന് അടച്ച് വെക്കാം. വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും എല്ലാം പച്ചമണം മാറുന്നത് വരെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചതിന് ശേഷം ഇനി തുറക്കാം. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, വളരെ രുചികരമായ നമ്മുടെ ചൗചൗ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരുപാട് ഗുണങ്ങളാണ്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ ബൈ.